നമസ്കാരം. തംബ്നെയിൽ കണ്ടേക്കണ പോലെ ട്വിൻ സോൾ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് പറയാനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ട്വിൻ ജേണി എന്താണെന്നുള്ളത് ഒരുപാട് വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ആധികാരികത അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു ബുക്ക് പരിചയപ്പെടുത്താം. ഖുർഷദ് ഭാവ്നഗരി എഴുതിയേക്കണ ദ ലോ ഓഫ് ദ സ്പിരിറ്റ് വേൾഡ് എന്ന പുസ്തകത്തിൽ പേജ് നമ്പർ 193 ഇതിനെക്കുറിച്ച് ചെറിയൊരു പോർഷനാണ് പറയുന്നത്. ഒരു 1981-82 കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണിത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചത്തിലെ ഓരോ ആത്മാവും യഥാർത്ഥത്തിൽ ഒരാത്മാവിൻ്റെ പകുതിയാണ്. ഇത് സംഭവിക്കുന്നത് വളരെയധികം ജന്മങ്ങൾക്ക് ശേഷമാണ്. ഓരോ ആത്മാവും ചിലപ്പോൾ സ്ത്രീയായും ചിലപ്പോൾ പുരുഷനായും ജനിച്ച് ഭൂമിയിലെ പരിശീലനം പൂർത്തിയാക്കി അവരവരുടെ കർമ്മ അവസാനിക്കുമ്പോഴാണ് ഈ ട്വിൻ ഫ്ലെയിം ജേണി അവർക്ക് കിട്ടുന്നത്. അതായത് ലാസ്റ്റ് ബർത്തിലാണ് അവർക്ക് ഈ ട്വിൻ ഫ്ലെയിമിനെ കണ്ടുമുട്ടാനും അവരിലൊരാൾ അവൈക്കനായി സ്പിരിച്വലി അവൈക്കനായി മറ്റൊരാളെ സ്പിരിച്വലി അവൈക്കനായി കൊണ്ടുപോയി മോക്ഷപ്രാപ്തി നേടാനും ആണ് ഈ ട്വിൻ ഫ്ലെയിം ജേണി എന്നാണ് ഈ പുസ്തകം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പുസ്തകം മേടിച്ചത് ആമസോണിൽ നിന്നാണ്. നിങ്ങൾക്കും ഒരു എക്സ്പീരിയൻസിന് വേണ്ടി വായിച്ചു നോക്കാവുന്ന ഒരു പുസ്തകമാണിത്. അതുകൂടാതെ ഇതിൽ ആകാശിക് റെക്കോർഡ്സ് എന്താണെന്നും ഏഞ്ചൽസ് എന്താണെന്നും അസ്ട്രൽ പ്ലെയിൻ എന്താണെന്നും ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്താണെന്നും പിന്നെ ഹയർ സോൾസ്, റിലംസ്, ഹയർ സെൽഫ്, കർമ്മ എന്താണെന്നൊക്കെ ഈ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു ആധികാരികത അന്വേഷിക്കുന്നവർക്ക് ഈ പുസ്തകം ആമസോണിൽ നിന്ന് മേടിച്ച് വായിച്ച് നോക്കാം. താങ്ക് യു.